യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ തൻ്റെ ആദ്യത്തെ 4 ശിഷ്യന്മാരെ തൻ്റെ ശ്രേഷ്ഠ ശിഷ്യരെന്നും ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച, അവിടുത്തെ നിഗൂഢതകൾ പോലും വെളിപ്പെടുത്തി കൊടുത്ത 4 അപ്പസ്തോലന്മാരായിട്ടാണ് ഈ 4 പേര് അറിയപ്പെടുക. അവരെ വിളിക്കുന്ന രംഗമാണ് നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുക. പത്രോസും അവൻ്റെ സഹോദരൻ അന്ത്രയോസും കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകാം. വലയുപേക്ഷിച്ച്, വള്ളം ഉപേക്ഷിച്ച്, പിടിച്ച മീനും ഉപേക്ഷിച്ച് അവർ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും യേശു കണ്ടെത്തുകയാണ്. അപ്പനോടൊത്ത് വള്ളത്തിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരുന്ന അവരെയും യേശു വിളിച്ചു. വലയുപേക്ഷിച്ച്, വള്ളം ഉപേക്ഷിച്ച്, പിതാവിനെ സേവകരോടൊത്ത് വിട്ട് അവരും അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് ഉപേക്ഷിക്കലിൻ്റെ വിളിയാണ്. ഈ ലോകത്തിലെ വലുതെന്ന് കരുതുന്ന പലതിനെയും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് തൃണവൽഗണിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കടന്നുപോകലാണ് അവൻ്റെ ശിഷ്യത്വം. ഈ വിവരണം തന്നെ സമാന്തര സുവിശേഷങ്ങളിലെ മറ്റ് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അല്പം കൂടെ നാടകീയത അതിനകത്ത് കലർത്തുന്നുണ്ട്. ഇവർ 4 പേരും ഒരുമിച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടുമൊന്നും കിട്ടാതിരുന്നവരെ വള്ളത്തിൻ്റെ വലതുഭാഗത്ത് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വലയിലകപ്പെട്ട മത്സ്യങ്ങളുടെ ആധിക്യം നിമിത്തം ആ വല വലിച്ച് കയറ്റാനാവാത്തവണ്ണം വിഷണ്ണരായി നിൽക്കുന്ന ശിഷ്യന്മാർ 2 വള്ളങ്ങളിലും നിറയെ മത്സ്യങ്ങൾ നിറച്ച് 2 വള്ളങ്ങളും സമൃദ്ധമായി നിറച്ച് കരയിലെത്തിയപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം. അവിടെ മീൻ കൊണ്ട് നിറഞ്ഞ വള്ളങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് ഈ 4 ശിഷ്യന്മാർ ഈശോയെ അനുഗമിക്കുന്നത്. അവിടെ അപ്പനെയും വലയെയും വള്ളത്തെയും ഉപേക്ഷിച്ചു എന്നതിനപ്പുറത്ത് നമ്മുടെയൊക്കെ ഒരു കണക്കൂടൽ വെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്ത് അതും വിട്ടെറിഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു യാത്ര. പ്രിയപ്പെട്ടവരെ, വിലപിടിപ്പുള്ളതാണ് നഷ്ടപ്പെടുത്തുക. വിലയെടുപ്പുള്ളത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് ദൈവസന്നിധിയിൽ ആ വിളിക്ക് കൂടുതൽ വിലയുണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിനെ അനുധാവനം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് നഷ്ടമാണ് സഹിക്കേണ്ടി വന്നതെന്ന് നമുക്ക് ആത്മവിചിന്തനം നടത്താം. പലപ്പോഴും നഷ്ടങ്ങളെക്കാളും നേട്ടങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. കർത്താവിനെ അനുഗമിച്ചാൽ എനിക്കെന്ത് കിട്ടും? കർത്താവിൻ്റെ പിന്നാലെ പോയാൽ എനിക്കെന്ത് ലാഭം കിട്ടും? ഈ ഡീലിൽ എനിക്കെന്ത് ലാഭം? അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മിലേറെ പേരും. നമ്മുടെ മുമ്പിലാണ് ഈ ക്രിസ്തു ശിഷ്യന്മാർ വേറിട്ട് നിൽക്കുക. പൗരോഹിത്യ സന്യാസ ജീവിത വിളികളിലൊക്കെ സ്വീകരിച്ചവർ ഇങ്ങനെ ആയിരിക്കണമെന്നാണല്ലോ അതിൻ്റെ ഉൾക്കാമ്പ് നമ്മളോട് പറഞ്ഞു വെക്കുക. അങ്ങനെ ആകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈ ലോക ബന്ധനങ്ങൾ, ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകൾ, ഈ ലോകത്തിൻ്റെ സുഖകരമായ സന്തോഷകരമായ അനുഭവങ്ങൾ, അത് പലതും ദൈവരാജ്യത്തിന് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ ദൈവം തരുന്ന വലിയൊരു വിലയുണ്ട്. അത് സ്വർഗരാജ്യത്തിൽ അവനോടൊത്ത് 12 സിംഹാസനങ്ങളിരുന്ന് സഭാഗാത്രത്തെ നയിക്കാനുള്ള വലിയൊരു നിയോഗം. അത് അവനെ ഉപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടും. നമുക്കും ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ പ്രിയപ്പെട്ടവരായി മാറാൻ. ഞാൻ എവിടെ, എന്ത്, എങ്ങനെയാകും എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകുലതയെല്ലാം വിട്ടിട്ട്
അവനോടൊത്തായിരിക്കാൻ മാലാഖമാരുടെ നിരയോട് ചേർന്ന് അവിടുത്തെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടാൻ, ഉപേക്ഷിക്കലിൻ്റെ സുഖം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാം. നൊമ്പരങ്ങളും പരാജയങ്ങളും പരിത്യാഗങ്ങളും സഹനങ്ങളുമൊക്കെ നമ്മുടെ വഴിത്താരയിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പാതയിലെ അനുഗ്രഹത്തിൻ്റെ മേഖലകളാണ് എന്ന് തിരിച്ചറിഞ്ഞ്, എൻ്റെ സഹന വഴിയിൽ പൂക്കൽ വിരിക്കുന്ന പുണ്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവയെ സ്നേഹിക്കുവാനും അനുധാവനം ചെയ്യാനും നമുക്ക് ആഗ്രഹിക്കാം. യേശു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.